ഒരുപാട് ആളുകൾ ദ്വാരം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മഹത്വമേറിയ മജ്‌ലിസിൽ ഇത് സമർപ്പിക്കുകയാണ്. അല്ലാഹു ഓരോരുത്തരുടെ ഉദ്ദേശങ്ങളും സന്തോഷത്തിലും സമാധാനത്തിലുമായി പൂർത്തീകരിക്കട്ടെ. മകളുടെ മോളുടെ ചുണ്ടിൻ്റെ അസുഖം മാറാൻ വേണ്ടി പ്രത്യേകം 313 രൂപ നേർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മജ്‌ലിസിന്റെ പുണ്യം കൊണ്ട് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുഴിയിലൂടെ ഇരുലോകത്തും അല്ലാഹു സന്തോഷം നൽകട്ടെ. ഗൾഫിലുള്ള മകന് ഒരു വിഷമത്തിലായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മജ്‌ലിസിനോടിലേക്ക് 313 കൊടുക്കാൻ നിയത്താക്കിയിരുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു ആ സന്തോഷം മജ്‌ലിസിനോടിന്റെ ബർക്കത്തോടെ നിലനിർത്തി കൊടുക്കട്ടെ. മാറാവ്യാധികളിൽ നിന്നും അതുപോലെ കാവൽ ലഭിക്കുവാനും പ്രത്യേകം ദ്വാരം ഏൽപ്പിച്ചിട്ടുണ്ട്. മകളുടെ പ്രസവമാണ് അടുത്ത മാസം. വിഷമങ്ങളൊന്നും കൂടാതെ റാഹത്തായ പ്രസവത്തിന് വേണ്ടിയും അതുപോലെ ജോലിയിൽ ഉയർന്ന ശമ്പളം ലഭിക്കാൻ വേണ്ടിയും അപ്രകാരം തന്നെ ജോലി സ്ഥിരതയുണ്ടാകുവാനും അസുഖങ്ങൾ മാറാനും ഒക്കെ ദ്വാരം ഏൽപ്പിച്ചിട്ടുണ്ട്. ഭാര്യയുടെ ശരീരത്തിൽ ചൊറിച്ചിൽ 313 രൂപ നീക്കാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു അവരെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുകയും ഭാര്യയുടെ അസുഖത്തിന് അല്ലാഹു ശിഫ നൽകുകയും റാഹത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഒരു സഹോദരിയുടെ ബ്രെയിൻ ടെസ്റ്റാണ് വിജയകരമായി. അല്ലാഹുവേ നീ റാഹത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കണമേ റബ്ബേ. പ്രസവത്തിന് ഡേറ്റ് എടുത്തിട്ടുണ്ട്. അല്ലാഹുവേ നീ റാഹത്തിന് പ്രസവം നൽകണമേ റബ്ബേ. പ്രിയങ്കരനായ ജനീഷിൻ്റെ ഉമ്മ ചെയ്തു തന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ ജനീഷിന് സ്വർഗ്ഗം നൽകണമേ റബ്ബേ. ഒരു സഹോദരൻ സ്ഥലം വിറ്റു പോകാൻ വേണ്ടി 3 മാസം മുമ്പ് 313 രൂപ നൽകിയിരുന്നു മജ്‌ലിസിലേക്ക്. അൽഹംദുലില്ലാഹ് സ്ഥലം കച്ചവടമായി 5000 രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 313 മജ്‌ലിസിലേക്ക് നൽകുകയാണ്. ആ കച്ചവടം ഒരു കാരണവശാലും മുടങ്ങാതിരിക്കുകയും റാഹത്തോടു കൂടി ആ കച്ചവടത്തിൽ അല്ലാഹു വലിയ സന്തോഷം മജ്‌ലിസിനോട് പുണ്യം കൊണ്ട് നൽകണമേ റബ്ബേ. ഉമ്മയുടെ ശ്വാസം മുട്ടും മൂത്ര സംബന്ധമായ അസുഖവും മാറാൻ 313 അല്ലാഹു ശിഫ കൊടുക്കണമേ റബ്ബേ. സഹോദരിയുടെ മകളുടെ നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം പയ്യന് ഡിപ്രഷൻ വന്ന സുഖമില്ലാതെ അവരുടെ താല്പര്യപ്രകാരം വിവാഹമോചനം നടത്താനിരിക്കുകയാണ്. മോൾക്കും കുടുംബത്തിലും സമാധാനം ലഭിക്കണം. നല്ലൊരു വിവാഹം ലഭിക്കാൻ 313 അല്ലാഹുവേ നീ കൂടുതൽ ഹൈറായ സന്തോഷകരമായ വഴി നീ തുറന്നു കൊടുക്കണമേ റബ്ബേ. വിവാഹം ശരിപ്പെടുത്തണമേ റബ്ബേ. ഉമ്മാക്ക് മാനസികമായും ശാരീരികമായും വയ്യാതിരുന്നപ്പോൾ മജ്‌ലിസിനുള്ളിലേക്ക് പോയി നിയ്യത്ത് ചെയ്ത് ഇപ്പോൾ സമാധാനമുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു നീ കൂടുതൽ ശിഫയും സലാമത്തും നൽകണമേ റബ്ബേ. ഭർത്താവിന് 3 വർഷമായി ജോലിയിൽ പുരോഗതിയില്ല. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു നീ ബർക്കത്ത് നൽകണമേ റഹ്മാനേ. ആഗ്രഹിച്ച ജോലി ലഭിക്കുക 313 നിയ്യത്താക്കിയതാണ്. ആഗ്രഹിച്ച ജോലി ലഭിച്ചു. അൽഹംദുലില്ലാഹ് അല്ലാഹു നീ ജോലിയിൽ ബർക്കത്ത് നൽകണമേ റബ്ബേ. മകൻ്റെ കല്യാണം കഴിഞ്ഞ് 14 വർഷമായി. ഒരു മോളുണ്ട്. 9 വയസ്സായ മകൾക്ക് ഫിസിയോളിയുടെ കുഴപ്പം കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു. മജ്‌ലിസിന് പറഞ്ഞ് 313 മാറ്റിവെച്ച ഇപ്പോൾ 3 മാസം ഗർഭമുണ്ട്. അല്ലാഹു ഈ 5-ാം തീയതി സ്കാനിങ് ആണ്. ഒരു കുഴപ്പവുമില്ലാതെ ഗർഭകാലം റാഹത്തിലാക്കുകയും നന്മയുടെ കൺകുളിർമയുടെ സന്താനത്തെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനേ. മോന് ഡിഗ്രി പുറത്താണ് പഠിക്കുന്നത്. 2 വർഷമായി ഒരു കുഴപ്പമില്ലാതെ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിയിരുന്നു. ഈ വർഷം മോന് പഠിപ്പിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഒരു പേടിയും വിഷമവും എല്ലാം ആയിട്ട് പഠിക്കാൻ കഴിയുന്നില്ല. എല്ലാ ബുദ്ധിമുട്ടും മാറാൻ മജ്‌ലിസിനോടേക്ക് 313 നീത്താക്കിയിട്ടുള്ള മോൻ്റെ ഡിഗ്രി പഠനത്തിലെ എല്ലാ ഷർറുകളും നീക്കി റാഹത്തിൻ്റെ വഴി അത്ഭുതകരമായ പഠനവും വിജയവും ഒക്കെ നൽകണമേ റഹ്മാനേ. മകൻ്റെ കുട്ടികൾക്ക് വയറുവേദനയായിരുന്നത് മാറാൻ മജ്‌ലിസിനോടേക്ക് 313 കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്തിരുന്നു. സ്കാനിങ് ചെയ്തപ്പോൾ കുഴപ്പവുമില്ല. അൽഹംദുലില്ലാഹ് ഇനി വരാതിരിക്കാൻ പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തും സിഹത്തും റാഹത്തും മജ്‌ലിസിനോടിൻ്റെ വെളിച്ചവും അവരുടെ ജീവിതത്തിൽ നിലനിർത്തി കൊടുക്കട്ടെ. ഉമ്മ വഴിക്ക് വീണ് ശരീരം മുഴുവൻ വേദനയായിരുന്നു. മജ്‌ലിസിനോടേക്ക് 313 നിയ്യത്താക്കി. അൽഹംദുലില്ലാഹ് വേദന കുറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ആഫിയത്ത് നിലനിർത്തി കൊടുക്കണമേ റഹ്മാനേ. സ്ഥിരം മജ്‌ലിസിനോടിൽ പങ്കെടുക്കുന്ന ആൾ എൻ്റെ മകന്
എൻ്റെ കാലിൻ്റെ മേൽ വെരിക്കോസിൻ്റെ അസുഖമാണ്. അത് മാറാനും പിന്നെ ഇപ്പോൾ കുടുംബത്തിൽ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ വേണ്ടി 313 നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അനിയൻ മെഡിക്കൽ സഫലമാകാൻ വേണ്ടി മജലിസിനോടിലേക്ക് 313 നെയ്യത്താക്കുന്നു. മാഷാ അല്ലാഹ് സഫലമായി അള്ളാഹു റാഹത്ത് നിലനിർത്തി കൊടുക്കണമേ റഹ്മാൻ. ഭർത്താവിൻ്റെ ആണ്ട് ദിവസം മുഹറം 8-നാണ്. അവരുടെ ഖബർ ജീവിതം അള്ളാഹുവേ നീ സന്തോഷവും റാഹത്തിലും മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗ്ഗം നൽകണമേ റഹ്മാനെ. അതുപോലെ ജോലി സ്ഥലത്തുള്ള ശത്രുക്കൾ തടയാനും ഫിത്ന പ്രശ്നങ്ങൾ തടയാനും ജോലി സത്യസന്ധമായ സമാധാനത്തോടെയും ചെയ്യാൻ വേണ്ടി ദുആ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ റാഹത്ത് നൽകി ബറക്കത്ത് നൽകണമേ റഹ്മാനെ. തൊണ്ടലിന് പ്രയാസം വന്നപ്പോൾ ഡോക്ടർ ഇന്ന് നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. നിന്ന് നിസ്കരിക്കാനായി മദ്രസയിലേക്ക് 313 നൽകുന്നു. മരണം വരെ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു ഈ ബദരീകളെ ബറക്കത്ത് കൊണ്ട് മരണം വരെ നിന്ന് നിസ്കരിക്കുവാനുള്ള ആഫിയത്തിനെ അവർക്ക് നൽകണമേ റബ്ബേ. നാളെ തൈറോയ്ഡ് ടെസ്റ്റിന് പോവുകയാണ്. അല്ലാഹു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ റാഹത്തിൽ 313 ബറക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണമേ റഹ്മാനെ. വണ്ടിയിൽ നിന്ന് വീണതിൽ കാലിന് പ്രയാസമുണ്ടായി. ശിവയാകാൻ വേണ്ടി മദ്രസയിലേക്ക് 313 നിയ്യത്ത് ചെയ്തു. ശിഫയായി അൽഹംദുലില്ലാ. അല്ലാഹു നീ റാഹത്ത് നിലനിർത്തി കൊടുക്കണമേ റഹ്മാനെ. ഉള്ള ജോലി നിലനിർത്തുവാനും മകൻ്റെ പരീക്ഷയിൽ പാസ്സാവാനും 313 അല്ലാഹു ജോലി നിലനിർത്തി കൊടുക്കുകയും മകൻ്റെ പരീക്ഷയിൽ നീ പാസ്സാക്കി കൊടുക്കുകയും ചെയ്യണമേ റഹ്മാനെ. വായിൽ അസുഖം മാറാൻ വേണ്ടി അല്ലാഹു നീ ശിഫ കൊടുക്കണമേ റബ്ബേ. രണ്ടാളുടെ കല്യാണം ശരിയാകുവാനും ഒരാൾക്ക് ജോലി ശരിയാകുവാനും വേണ്ടി സ്വതക്ക നിയ്യത്താക്കിയത് അൽഹംദുലില്ലാ. ഒരാളുടെ കല്യാണം ജോലിയും ശരിയായിട്ടുണ്ട്. മറ്റൊരു കല്യാണം ശരിയാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. അല്ലാഹുവേ തമ്പുരാനെ നീ ശരിയാക്കി കൊടുക്കണമേ റഹ്മാനെ. ശരിയായവർക്ക് നീ റാഹത്ത് നടത്തി കൊടുക്കണമേ റഹ്മാനെ. സഹോദരൻ സംഘി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അല്ലാഹ് യാതൊരു കുഴപ്പവുമില്ലാത്ത സന്തോഷത്തിൻ്റെ റിസൾട്ട് നൽകണമേ റഹ്മാനെ. ഒരു സഹോദരിയുടെ മകൾക്ക് സുഖമില്ലാതെ അപ്പോൾ 313 നിയ്യത്താക്കിയിരുന്നു. അല്ലാഹു ശിഫ കൊടുക്കണമേ റഹ്മാനെ. മറ്റൊരു സഹോദരി 313 നൽകിയിട്ടുണ്ട്. അല്ലാഹു നീ റാഹത്ത് നൽകണമേ റബ്ബേ. അതുപോലെ തന്നെ കാലൊടുക്കി ശിവയാകാൻ വേണ്ടി 313 അല്ലാഹു നീ ശിഫ കൊടുക്കണമേ റഹ്മാനെ. മജ്‌ലിസുന്നൂറിലേക്ക് സൽമാൻ, നദീറ, ഷാഹിന, സഫൂറ, ഖദീജ എന്നിവർ ചെയ്തി കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഒക്കെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അസുഖങ്ങൾക്ക് ശിഫ നൽകണമേ റഹ്മാനെ. ഭർത്താവിൻ്റെ ആണ്ടുണ്ട് ഒരു സഹോദരൻ, നീ സ്വർഗ്ഗം നൽകണമേ റഹ്മാനെ. സുഖമില്ലാതെ ടെസ്റ്റിന് കൊടുത്തിട്ട് നീ ശിഫ കൊടുക്കണമേ റബ്ബേ. ഒരു സഹോദര മകന് മാനസിക ബുദ്ധിമുട്ടുന്നവർ അല്ലാഹു നീ മാറ്റി കൊടുക്കണമേ റബ്ബേ. അതുപോലെ തന്നെ ഒരു സഹോദരി ജോലി കിട്ടി കൃത്യമായി ശമ്പളം കിട്ടാൻ വേണ്ടി 313 നിയ്യത്താക്കാൻ അൽഹംദുലില്ലാ. ആദ്യ ശമ്പളം കിട്ടി 313 സദസ്സിലേക്ക് നൽകുന്നുണ്ട്. ഈ ജോലിയിൽ ബറക്കത്ത് നൽകണമേ റഹ്മാനെ. മുട്ടുകാലിൽ നല്ല വേദനയാണ്, മരുന്ന് കഴിക്കുന്നുണ്ട്. അത് മാറാൻ വേണ്ടി അല്ലാഹു നീ ശിഫ കൊടുക്കണമേ റബ്ബേ. മകന് രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഛർദിയും വയറുവേദനയുമാണ്. 313 നൽകിയിട്ടുണ്ട്. അല്ലാഹു നീ ശിഫ കൊടുക്കണമേ റഹ്മാനെ. ഉപ്പാക്ക് കാലുവേദനയായി പള്ളിയിൽ പോകാനാകാതെ മജ്‌ലിസിനോടേക്ക് 313 മാറ്റിവെച്ചത് അൽഹംദുലില്ലാ. മുഹറം 1 മുതൽ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഇനിയും തുടർന്ന് പോകാൻ കഴിയാനും കാലുവേദന പൂർണ്ണമായി ശിഫയാകാൻ പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകണമേ റഹ്മാനെ. മകൾക്കും മകൻക്കും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നതമായ വിജയം നൽകണമേ റബ്ബേ. അതുപോലെ മകളുടെ വീട് പണി തുടങ്ങാൻ പ്രയാസത്തിലാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് നടന്നു കിട്ടണം. 313 രൂപ നൽകിയിട്ടുണ്ട്. അത് നീ വേഗതയിൽ പൂർത്തീകരിച്ച് കൊടുക്കണമേ റബ്ബേ. പേരക്കുട്ടിക്ക് ജോലി കിട്ടും. 313 നീ ജോലി ശരിപ്പെടുത്തണമേ റബ്ബേ. എളാപ്പാട മകന് വാരിയലിൻ്റെ ഉള്ളിൽ ഒരു മുഴയുണ്ട്. അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. ആ മുഴ വെളുത്ത് ഇൻഫെക്ഷനായി 2 ചെറിയ മക്കളുണ്ട്. അല്ലാഹു നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണമേ റഹ്മാനെ. പരിപൂർണ്ണ ശിഫ നൽകണമേ റഹ്മാനെ. പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് കാലമായി വേഗത്തിൽ പൂർത്തീകരിച്ച് കിട്ടാനും അല്ലാഹു നീ വേഗത്തിൽ പൂർത്തീകരിച്ച് കൊടുക്കണമേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണമേ റഹ്മാനെ. അതുപോലെ ജ്യേഷ്ഠത്തിക്ക് ഗർഭമുണ്ട്. അതിൽ എന്തോ ചില തകരാറുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. യാതൊരു തകരാറും പ്രയാസവും ഇല്ലാതെ 313 മഹത്വം കൊണ്ട് നീ റാഹത്തിലാക്കി കൊടുക്കണമേ റബ്ബേ. ഈ വായിച്ചതൊക്കെ ഈ അനുഗ്രഹീതമായ മുബാറക്കായ മജ്‌ലിസ് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഭാര്യയുടെ ആണ്ടാണ്. അതുപോലെ ഉമ്മയും ഉപ്പയൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദ്വാരം കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഉമ്മയുടെ ആണ്ടാണെന്ന് പറഞ്ഞ് ദ്വാരം കൽപ്പിച്ചിട്ടുണ്ട്. പേരക്കുട്ടിക്ക് പഠിക്കാൻ പ്രയാസം
പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോരുത്തരും ഉദ്ദേശങ്ങളും മനസ്സിൽ നിന്ന് കൊണ്ടുവന്ന് ആത്മാർത്ഥമായി ആമീൻ പറയണമെന്ന് അറിയിക്കുന്നു. വളരെ മുബാറക്കായ മജ്‌ലിസാണ് അല്ലാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, മുഹറമിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ ഏറെ ശ്രേഷ്ഠമാണ്. അള്ളാഹു ഏറെ ആദരിച്ച മാസം. എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടവും അതിശ്രേഷ്ഠവുമായി നോമ്പെടുക്കാനുള്ള മാസം അത് പ്രിയപ്പെട്ടവരെ മുഹറം മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ മാസം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാസം. ഹിജ്റ വർഷത്തിൽ തുടങ്ങാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത് അള്ളാഹുവിനെ ഏറെ ഇഷ്ടമുള്ള മഹത്വമേറിയ ഈ മാസത്തെ. സഹാബികളൊക്കെ 10 ദിനരാത്രങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് റമളാനിലെ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ, ദുൽഹിജ്ജയിലെ 10 ദിനരാത്രങ്ങൾ, ആദ്യ 10 ദിനരാത്രങ്ങൾ, അതുപോലെ മുഹറമിലെ ആദ്യ 10 ദിനരാത്രങ്ങൾ. ആ 10 ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്. ആ 10 ദിനരാത്രങ്ങളിലെ തന്നെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ വെള്ളിയാഴ്ചയുടെ രാവിലാണ് നമ്മളുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും മുഹറമിലെ ആദ്യത്തെ 10 ദിവസങ്ങളൊക്കെ നോമ്പെടുക്കൽ പുണ്യമുണ്ട്. പ്രത്യേകിച്ച് മുഹറം 10 അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്നു. മുഹറം 10 എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിക്കാൻ ആരംഭിച്ചത്, ഭൂമികളെ സൃഷ്ടിക്കാൻ ആരംഭിച്ചത്, ഭൂമിയിൽ ആദ്യം മഴ വർഷിപ്പിച്ചത്, ഭൂമിയിൽ അള്ളാഹു ആദ്യമായി കൃഷി തുടങ്ങിയത്, അതുപോലെ തന്നെ റിസ്ക് നൽകാൻ തുടങ്ങിയത്, അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾക്ക് അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ്, തിരഞ്ഞെടുത്ത ദിവസം. ഓരോ പ്രവാചകന്മാരെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത്, ഹവ്വാ ബീവിയെ അതുപോലെ തന്നെ അവരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്, രണ്ടുപേരുടെയും തൗബ സ്വീകരിച്ചത്, രണ്ടുപേരെയും പ്രിയപ്പെട്ടവർ അല്ലാഹു ആദരിച്ചത്, അതുപോലെ തന്നെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗ്ഗസ്ഥനാക്കിയത്, അപ്രകാരം ഇബ്രാഹിം നബിയെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, അങ്ങനെ ഓരോ പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ ജാഹിലിയ്യ കാലഘട്ടം മുതൽ തന്നെ മുഹറം 10 നോമ്പെടുക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു. മഹാന്മാര് പറയുന്നുണ്ട്, മുൻഗാമികൾക്കൊക്കെ മുഹറം 10 നോമ്പെടുക്കൽ അത് നിർബന്ധമായിരുന്നു. ആദ്യകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. പിന്നീട് ഹിജ്റ 2ാം വർഷമാണല്ലോ റമളാൻ നോമ്പ് നിർബന്ധമായത്. ആ റമളാൻ നോമ്പ് നിർബന്ധമായപ്പോഴാണ് മുഹറം 10 നോമ്പ് പിന്നെ നിർബന്ധമല്ലാതെയായത് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതായാലും അള്ളാഹുവിൻ്റെ തിരുദൂതർ ഏറെ ആഗ്രഹത്തോടു കൂടി നോമ്പെടുത്തിരുന്നു മുഹറം 10. ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്ന് മഹത്വം പറഞ്ഞു തന്നിരുന്നു. ആ മുഹറം 10 ഈ വർഷം ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പും മുഹറം 10ന്റെ സുന്നത്ത് നോമ്പും ഒക്കെ വലിയ പുണ്യമുള്ളത്. ആ ദിവസത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ നൗസ അലാ ഇയാലിഹി വ അഹ്ലിഹി യൗമ അശൂറ. മുഹറം 10 ആരെങ്കിലും തന്റെ കുടുംബത്തിൽ, തന്റെ ഭാര്യ സന്താനങ്ങളിൽ വിശാലത ചെയ്ത് എന്ന് പറഞ്ഞാൽ പതിവിന് വിപരീതമായി അവരുടെ ഭക്ഷണത്തിൽ ഒന്നും കൂടി മെച്ചപ്പെടുത്തിയ, അതുപോലെ തന്നെ ജീവിത സൗകര്യങ്ങൾ ഒന്നുകൂടി സന്തോഷകരമാക്കിയ, ആ വർഷം മുഴുവൻ, ആ വർഷത്തിലെ ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ അള്ളാഹു അവന്റെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവന്റെ റിസ്കിലും എല്ലാം വിശാലത നൽകുമെന്ന്. ആ ഒരു ദിവസമാണ് മുഹറം 10ലേക്ക് നമ്മൾ കടന്നു വരുന്നത്. മുഹറം 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തപ്പോഴാണ് സഹബാക്കൾ പറഞ്ഞത്, ഇത് ഇസ്രായേലി വംശം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും 16 ലക്ഷത്തോളം ഇസ്രായേലി ബനു ഇസ്രായേലുകാർ ചെങ്കടൽ കടന്ന് രക്ഷപ്പെടുകയും അതിൻ്റെ കൂടെ ഫറോവയും 6 ലക്ഷത്തോളം സൈന്യാധിപരും അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി അതിവേഗതയിൽ കടന്നുപോയിരുന്നു. അവരെയൊക്കെ ചെങ്കടലിൽ ഒക്കെ നശിപ്പിച്ചത്. അങ്ങനെ മൂസാ നബിക്കും ജനതക്കും അല്ലാഹു രക്ഷ നൽകിയത്. അതുകൊണ്ട് തന്നെ മദീനയിലുള്ള ജൂതന്മാർ മുഹറം 10 നോമ്പെടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ പറയാണ്, അവരോടൊരു സാദൃശ്യമാകലാവൂലേ നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പ്രഖ്യാപിച്ചത്, വല്ലാഹി ലഇൻ ബഖീതു ലഅസൂമന്ന നാസ്. വല്ലാഹി
അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അടുത്ത വർഷം, ഈ മുന്നിട്ട് വരുന്ന വർഷം ഞാൻ ബാക്കിയാകുന്നുവെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പെടുക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വരുന്ന മുഹറമിന് പ്രിയപ്പെട്ടവരെ ആ നോമ്പെടുക്കാനില്ലായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടിയാണ് മുഹറം 9 നോമ്പെടുക്കുക എന്നുള്ളത്. അത് ഈ ഞായറാഴ്ചയാണ് മുഹറം 9. മുഹറം 8 നോമ്പെടുക്കൽ പുണ്യമാണ്. മുഹറം 11 നോമ്പെടുക്കൽ പുണ്യം തന്നെയാണ്. കഴിയുന്ന രീതിയിലൊക്കെ നോമ്പെടുക്കുക. പ്രത്യേകിച്ച് മുഹറമിന്റെ ഏറ്റവും വലിയ സന്ദേശം ഹിജ്റയുടെ സന്ദേശം. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഹാജർ നൽകിയ വലിയൊരു പാഠമുണ്ട്. എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപത്നി ഹാജർ ബീവി എല്ലാം വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിൽ സമർപ്പിച്ചു. ഭർത്താവ് ആരാരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ അവശേഷിപ്പിക്കുമ്പോൾ ഇത് അല്ലാഹു പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അതേ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ആ അല്ലാഹു ഞങ്ങളെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞ ആ ഒരു വലിയ ഒരു അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കും. അതുകൊണ്ട് ഈ മുഹറമിന്റെ ഏറ്റവും വലിയ മെസ്സേജായി നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടത് അല്ലാഹുവിന് വേണ്ടി എന്തും വെടിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നതിൽ മറ്റു ഭൗതികതയൊന്നും തടസ്സമാകാതെ നല്ല രീതിയിൽ ജീവിതം ക്രമീകരിക്കാൻ ഈ പുതിയ വർഷം നാം അങ്ങനെ പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി കൂടിയായിരിക്കണമെന്ന് ഈ മജ്‌ലിസിനോട് വലിയ ഒരു ഉപദേശമായി എൻ്റെ സ്വന്തത്തോടും പിന്നെ നിങ്ങളോടും പ്രിയപ്പെട്ടവരെ സന്ദർഭത്തിൽ നൽകി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ദുആയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ അവസാന സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്, ഞാൻ എല്ലാ ആഴ്ചയിലും അത് പറഞ്ഞെന്ന് വിചാരിക്കും. നമ്മുടെ ഈ മജ്‌ലിസിൽ ഉമ്മമാരുടെ കൂടെ വരുന്ന കുട്ടികളുണ്ട്. ഈ സദസ്സ് ഒരുപക്ഷെ സ്വീകരിക്കാൻ അവരായിരിക്കും കാരണം. ആ കുട്ടികൾ ഇങ്ങനെ ദുആഇന്റെ സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ പുറത്തു കൂടെ ഇങ്ങനെ നടക്കുന്നതാണ്. ചില ആളുകൾ ഈ സദസ്സിലേക്ക് അവർ രക്ഷിതാക്കളെ കൂടെ വന്ന് ആ കോണിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വർത്താനം പറയുന്നത്. സാധാരണ ദിക്റിന്റെ സദസ്സിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ടെന്ന് വരുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ ഈ പള്ളിയുടെ പരിസരത്ത് പോയാൽ അവിടെ കോണിന്റെ മുകളിൽ കുട്ടികളിരിക്കുന്നതാണ്. അത് ഭയങ്കരമായ ഒരു സുഖമില്ലാത്തതാണ്. ആരെ കൂടെയാണോ ആ കുട്ടികൾ വരുന്നത് എങ്കിൽ ആ രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കണം. ഈ മജ്‌ലിസിൽ അവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മുടെയൊക്കെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മക്കൾ പള്ളിയുടെ മുറ്റത്തു കൂടെ ഒക്കെ ഇങ്ങനെ വെറുതെ അലക്ഷ്യമായി അശ്രദ്ധയോടെ പിശാചിന്റെ ദുർബോധനങ്ങൾ അടിമപ്പെട്ടിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഒരു അന്തമില്ലാതെ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി മജ്‌ലിസിലേക്ക് കയറിയിരുന്നോളൂ. ഈമാൻ തെറ്റാൻ വരെ ഇങ്ങനെയുള്ള നല്ല മജ്‌ലിസുകളോട് നമ്മൾ അനാദരവ് കാണിച്ചത് കാരണമാകുമെന്ന്. അതുകൊണ്ട് രക്ഷിതാക്കൾ അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്നു. ചില രക്ഷിതാക്കളൊക്കെ മക്കളേറ്റ് വന്നാൽ ആ മക്കളെ സദസ്സിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു, മക്കളെ കൂടെ ഇരുത്തുന്നു. അതൊക്കെയാണ് മക്കളിലൂടെ നാളെ രക്ഷപ്പെടാനുള്ള വഴിയാകുന്നത്. അതല്ലെങ്കിൽ മക്കളിലൂടെ നാളെ നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യാൻ. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അത് രക്ഷിതാക്കൾ ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ആ കുട്ടികളൊക്കെ മജ്‌ലിസിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തും വേണം. ദുആയിലേക്ക് പ്രവേശിക്കട്ടെ. ഇനി ആരും അലക്ഷ്യമായി എണീറ്റ് പോകരുത്. പുറത്തു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്തികാവിന് നീയത്തൊന്നും കൂടി പുതുക്കുകയും ചെയ്തോളൂ. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدرين وبسائر الصحابة أجمعين أن تغفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء
القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الداعون والوباء اللهم نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآله الأبرار وأصحابه الأخيار برحمتك يا أرحم الراحمين أرحم الرحمن يا سيدا يا ملك الجبار يا لوക രക്ഷിതാവായ അല്ലാഹ് ഞങ്ങളിതാ ഹിജ്റ 1447 ആദ്യ വെള്ളിയാഴ്ച രാവിലെ ഇന്ന് പള്ളിയിൽ ഒത്തുകൂടി ഇത്തിഖാഫിന്റെ നിയ്യത്തോടുകൂടി മജ്ലിസുൻ നൂർ ആത്മീയ സദസ്സിൽ പങ്കെടുത്ത് പരിശുദ്ധ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി അസ്മാഉൽ ബദർ ചൊല്ലി സദഖകൾ നൽകി പ്രത്യേകിച്ച് 313ന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ആ രീതിയിലും സദഖ നൽകി നിന്നിലേക്ക് കരങ്ങളുയർത്തുന്നു സ്വീകരിക്കണമേ ഈ മജ്ലിസിലേക്ക് ആത്മാർത്ഥമായി പ്രയാസങ്ങൾ വരുമ്പോൾ 313 നെയ്യത്താക്കുന്നവർക്ക് നീ ബദരീകളിലൂടെ കാവലേകണമേ റഹ്മാനേ അവരെ ഒരിക്കലും നിരാശപ്പെടുത്തരുത് അല്ലാഹ് ഇന്ന് 313 കൊണ്ടുവന്ന ഒരാളെയും നിരാശപ്പെടുത്തരുത് റഹ്മാനേ നീണ്ട ആ ലിസ്റ്റ് ഇവിടെ വായിക്കുകയുണ്ടായി ഓരോരുത്തരുടെയും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും എന്തെന്ന് നിനക്കറിയുമല്ലോ ആ ലിസ്റ്റുകളൊക്കെ ഈ മുബാറക്കായ മജ്ലിസിലുണ്ടല്ലോ അല്ലാഹ് നീ പരിഹരിച്ചു കൊടുക്കണമേ റബ്ബേ അല്ലാഹ് മകളുടെ മോളുടെ ചുണ്ടിന്റെ പ്രശ്നം നീ പരിപൂർണമായി ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനേ അതിലൂടെ നീ ഒരിക്കലും ഒരു വിഷമവും വരുത്തരുത് അല്ലാഹ് ഒരുപാട് സഹോദരിമാര് ചേർന്ന് ചീർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ അല്ലാഹ് ആണ്ടാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് അല്ലാഹ് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് ഈ മജ്ലിസിൻ നൂറിന്റെ വെളിച്ചം അവരുടെയൊക്കെ ഖബറുകളിലേക്ക് എത്തിക്കണമേ റഹ്മാനേ ഒരുപാട് അസുഖങ്ങളുള്ള ആളുകളെ പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ശിഫ കൊടുക്കണമേ അല്ലാഹ് ടെസ്റ്റിന് പോകുന്നവരുണ്ട് ടെസ്റ്റിന് കൊടുത്തവരുണ്ട് അനുകൂലമായ റിസൾട്ട് നൽകണമേ റഹ്മാനേ മജ്ലിസുൻ നൂറിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ ആത്മീയ വെളിച്ചം നൽകണമേ റഹ്മാനേ ഈ ഹിജ്റ 1447 ഞങ്ങൾക്ക് പ്രകാശമുള്ള വർഷമാക്കണമേ അല്ലാഹ് ഖുർആനിക വെളിച്ചം ആവോളം നേടിയെടുക്കുന്ന മുത്തുനബിയുടെ വെളിച്ചം ആവോളം നേടിയെടുക്കുന്ന അല്ലാഹ് വെളിച്ചമുള്ള അന്ധതയുടെ അല്ലാഹുവേ അധർമ്മത്തിന്റെ ഇരുട്ടുള്ള ജീവിതത്തിന്റെ അടിമയാകാതെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണമേ അല്ലാഹുവേ ജീവിതത്തെ നശിപ്പിക്കുന്ന പാപങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നാളെയുടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പാപങ്ങളോട് പൊറുക്കണമേ അല്ലാഹ് ഈ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും പുറത്തു തരണമേ റഹ്മാനേ ഈ വന്നിരിക്കുന്ന വർഷം നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും റാഹത്തിലും സന്തോഷത്തിലും സലാമത്തിലുമാക്കി തരണമേ റബ്ബേ എല്ലാവിധ ആഫാത്ത് മുസീബാത്ത് ബലാകളിൽ നിന്നും കാവലുള്ള വർഷമാക്കണമേ റഹ്മാനേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നിന്റെ താഴത്തിലായി നൽകണമേ റഹ്മാനേ അല്ലാഹുവേ തമ്പുരാനേ ഈ സദസ്സിൽ നിന്നിലേക്ക് കരമുയർത്തിയിരിക്കുമ്പോൾ ഞങ്ങളെ പൊന്നുപോലെ പൊറ്റി വളർത്തി ഞങ്ങളാക്കി ഞങ്ങളെ ഉമ്മമാരുപ്പമാരും ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ കൺമുന്നിൽ വരുന്നു എല്ലാവരും പാവങ്ങളാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച് മക്കളാകുന്ന ഞങ്ങളുടെ നന്മ മാത്രം സന്തോഷം മാത്രം ലക്ഷ്യം വെച്ച് ഊണില്ലാതെ ഉറക്കമില്ലാതെ ഞങ്ങളെ പോറ്റി വളർത്തിയവരാണ് ഈ മജ്ലിസുൻ നൂറിന്റെ പുണ്യം അവർക്കൊക്കെ നൽകണമേ റഹ്മാനേ അവർക്കൊക്കെ സ്വർഗ്ഗം നൽകണമേ അല്ലാഹ് അവർക്കൊക്കെ സ്വർഗ്ഗം നൽകണമേ അല്ലാഹ് അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന്റെ താഴത്തിനായി നൽകണമേ റഹ്മാനേ അവരുടെ രോഗങ്ങൾ
രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാ. അവരെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് ഞങ്ങളെ പള്ളിക്ക് ചുറ്റുമുള്ള പൂർവീകർ, അല്ലാഹുവേ ഇന്ന് മരണപ്പെട്ട സുഖം ഈ മഹല്ലിന് ഏറെ കടപ്പാടുള്ളവരാണ്. മുൻകാലങ്ങളിൽ ഈ മഹല്ലിന്റെ കമ്മിറ്റി ഭാരവാഹിയായവരാണ്. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗ്ഗം നൽകണമേ റഹ്മാനേ. അല്ലാഹു ഓരോ മജ്‌ലിസിലും പ്രത്യേകം പാനീയം തന്ന് മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചവരുടെ ആ പിതാവിന് സ്വർഗ്ഗം നൽകണമേ റഹ്മാനേ. അല്ലാഹു ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്, വ്യത്യസ്ത രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. നിനക്കറിയുമല്ലോ ഓരോരുത്തരുടെയും രോഗങ്ങൾ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പരിചയത്തിലുള്ള ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുള്ള രോഗികൾ അല്ലാഹു എല്ലാവരുടെയും ശാരീരികവും മാനസികവും പൈശാചികവും സിഹിരിയും ഐനിയുമായ സകല രോഗങ്ങൾക്കും ശിഫ നൽകണമേ റഹ്മാനേ. അല്ലാഹു ഞങ്ങളുടെയൊക്കെ ശരീരത്തിന് ആഫിയത്തും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റബ്ബേ. മാരകവും ഭീകരവുമായ അസുഖങ്ങളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാക്കണമേ റഹ്മാനേ. അല്ലാഹുവേ വലിയ സാമ്പത്തിക ഭാരം വരുന്ന അസുഖങ്ങളിൽ നിന്ന് അല്ലാഹ് നിമിഷങ്ങൾ മതി. അല്ലാഹുക്കൊപ്പം പ്രഭാവലത്തുള്ള പ്രിയങ്കരനായ മാനി ഉസ്താദ് അല്ലാഹുവേ രോഗബാധിതനായി ലക്ഷങ്ങൾ ചിലവഴിക്കണം അതിന്റെ ചികിത്സക്കെന്ന് പറഞ്ഞ് ആ കുടുംബം കരയുകയാണ്. അവർക്ക് നീ അതൊക്കെ നീ സ്വരൂപിച്ചു കൊടുത്ത് പരിപൂർണ്ണ ശിഫയുടെ വഴി തുറന്നു കൊടുക്കണമേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങൾക്കൊക്കെ അല്ലാഹുവേ നിമിഷങ്ങൾ മതി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ. ഈ മജ്‌ലിസിന്റെ പുണ്യം കൊണ്ട് അങ്ങനെയുള്ള വലിയ സാമ്പത്തിക ഭാരം വരുന്ന നിത്യരോഗികളായി വരേണ്ട അല്ലാഹു ആളുകൾക്ക് മുന്നിൽ കൈകാട്ടേണ്ടി വരുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ കാവലേകണമേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് കാവലേകണമേ റഹ്മാനേ. ഞങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും കാവലേകണമേ റഹ്മാനേ. അല്ലാഹുവേ തമ്പുരാനെ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണമേ റഹ്മാനേ. അല്ലാഹുവേ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ നീ നല്ല മക്കളാക്കി തരണമേ റഹ്മാനേ. കൺകുളിർമയുടെ മക്കളാക്കി തരണമേ അല്ലാഹ്. ഈ ലോകത്ത് ഉപകരിക്കുന്ന സത്യസന്ധരും സന്മാർഗികളും സൽസ്വഭാവികളുമായ മക്കളാക്കണമേ റഹ്മാനേ. അവരെ പഠനത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയവും ബറക്കത്തും നൽകണമേ റഹ്മാനേ. മക്കൾ പഠനത്തിൽ പുറകോട്ട് പോകുന്നതിൽ വേദനിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ ആ മക്കളെ എല്ലാവിധ ശർറുകളിൽ നിന്നും കാത്തുരക്ഷിച്ച് പഠനത്തിൽ നീ കൂടുതൽ കൂടുതൽ പുരോഗമനങ്ങളിൽ എത്തിക്കണമേ റഹ്മാനേ. അങ്ങനെയുള്ള നീയത്തോടെ ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഒരാളെയും നീ നിരാശപ്പെടുത്തരുത് റഹ്മാനേ. അല്ലാഹുവേ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു സഹോദരൻ പറഞ്ഞു 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്ന്. അല്ലാഹുവേ അങ്ങനെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കൊക്കെ ഈ മജ്‌ലിസിന്റെ പുണ്യം കൊണ്ട് ബദരീകളുടെ മഹത്വം കൊണ്ട് നീ മക്കളെ നൽകണമേ റഹ്മാനേ. തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹ് ഗർഭിണികളായ സഹോദരിമാരുണ്ട്, അടുത്ത മാസം പ്രസവമെന്ന് പറഞ്ഞവരുണ്ട്, അല്ലാഹുവേ ഡേറ്റ് ആയവരുണ്ട്. അല്ലാഹ് അവരുടെ ഗർഭകാലം റാഹത്തിലാക്കി റാഹത്തിന്റെ പ്രസവം നൽകണമേ റബ്ബേ. ഒരു പ്രയാസവും നൽകല്ല റബ്ബേ. കൺകുളിർമയുടെ മക്കളെ നൽകണമേ റഹ്മാനേ. വിവാഹ പ്രായമെത്തി നിൽക്കുന്നവർ വിവാഹം ശരിപ്പെടാൻ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. നീ റാഹത്തിലും സന്തോഷത്തിലും വേഗതയിലും ശരിപ്പെടുത്തി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ വിവാഹം ശരിപ്പെട്ടവർക്ക് റാഹത്തിൽ നടത്തി കൊടുക്കണമേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങളുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സലാമത്തും നൽകണമേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ ദുആകളിലും ഞങ്ങളുടെ ഭാര്യമാരെ ഉൾപ്പെടുത്തണമേ റഹ്മാനേ. അവരുടെ ഖിദ്മത്തുകളെ സ്വീകരിക്കണമേ അല്ലാഹ്. അവർക്ക് നീ ആഫിയത്ത് നൽകണമേ റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് ആഫിയത്തും സിഹ്ഹത്തും സലാമത്തും നൽകണമേ റബ്ബേ. അല്ലാഹുവേ തമ്പുരാനെ പ്രവാസികളായ സഹോദരന്മാർക്ക് ഖൈറും ബറക്കത്തും നൽകണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ജോലിയിൽ, സമ്പത്തിൽ, കച്ചവടത്തിൽ, ബിസിനസ്സുകളിൽ, ഇടപാടുകളിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, ഇൽമിൽ, ഇബാദത്തിലൊക്കെ ബറക്കത്ത് നൽകണമേ അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി നൽകണമേ റഹ്മാനേ. മജ്‌ലിസുൻ നൂറിലേക്ക് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ജോലി കിട്ടിയവർക്ക് ബറക്കത്ത് നിലനിർത്തണമേ റഹ്മാനേ. മജ്‌ലിസുൻ നൂറിലേക്ക് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ജോലി ആഗ്രഹിക്കുന്നവർക്ക് നീ ജോലി നൽകണമേ റഹ്മാനേ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് വീട് നൽകണമേ റഹ്മാനേ. ഞങ്ങൾക്ക് നീ നൽകിയ വീടുകൾ നിന്റെ പൊരുത്തമുള്ള വീടുകളാക്കണമേ റഹ്മാനേ. അല്ലാഹുവേ തമ്പുരാനെ ഞങ്ങളുടെയൊക്കെ മരണം നീ റാഹത്തുള്ള മരണമാക്കി തരണമേ റബ്ബേ. തൗബ ചെയ്ത് ഉളോടുകൂടി കലിമ ചൊല്ലി മരിക്കുന്ന വിജയികളിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കണമേ അല്ലാഹ്. ആഖിറം വെളിച്ചമാക്കി തരണമേ റഹ്മാനേ. സ്വർഗ്ഗത്തിൽ മുത്തുനബിയോടൊപ്പം ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം നൽകണമേ റബ്ബേ. നിന്റെ ലിഖാഇ കണ്ട് ആസ്വദിക്കാൻ ഭാഗ്യം നൽകണമേ റബ്ബേ. നീ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനേ. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണമേ റബ്ബേ. മുസ്ലിം ലോകത്തിന് ഇസ്സത്ത് നൽകണമേ
ഇന്ത്യക്ക് ഇസ്സത്ത് നൽകണമേ അല്ലാഹ്. മുസ്ലിം കേരളത്തിന് ഇസ്സത്ത് നൽകണമേ റഹ്മാനെ. ഐക്യവും ഐശ്വര്യവും നൽകണമേ അല്ലാഹ്. ശൈഥില്യങ്ങൾ നൽകണ്ട റബ്ബേ. അല്ലാഹുവേ തമ്പുരാനെ ഇന്ന് മമ്പറതങ്ങളുടെ ആണ്ടാണ്. അവിടുത്തെ ദറജകളെ വർദ്ധിപ്പിക്കണമേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിനെ അവിടുത്തെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. അവിടുത്തെ സാന്നിധ്യമുള്ള മജ്‌ലിസ് ആക്കണമേ റബ്ബേ. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. ഈ മുഹറം മാസത്തിൽ മരണപ്പെട്ട ഓരോ മഹത്തുക്കളുടെ ഹദ്റത്തിലേക്കും ലോകത്ത് മുഴുവൻ മഹദി മഹാന്മാരുടെ ഹദ്റത്തിലേക്കും എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. ബദരീകളുടെ സാന്നിധ്യത്തിലേക്ക് മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണമേ റഹ്മാനെ. അവയുടെ മഹത്വങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ അല്ലാഹ്. ഈ സദസ്സിൽ വന്ന ഒരാണിനെയും ഒരു പെണ്ണിനെയും നീ നിരാശപ്പെടുത്തരുത് റബ്ബേ. ഞങ്ങളുടെ ദർസിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമേ റബ്ബേ. ദർസിലേക്ക് സംഭാവനകൾ നൽകുന്നവർക്ക് നീ റാഹത്ത് നൽകണമേ റഹ്മാനെ. ദർസിലെ മക്കൾക്ക് നാഫിയായ വേണ്ടുവോളം നൽകണമേ റഹ്മാനെ. നാളെയുടെ വിജയികളായ മക്കളാക്കണമേ റഹ്മാനെ. അല്ലാഹ് ദർസിനെ കൂടുതൽ പുരോഗതിയിലേക്ക് വളർച്ചയിലേക്ക് എത്തിക്കണമേ അല്ലാഹ്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നീ ഒരുക്കി തരണമേ റഹ്മാനെ. അല്ലാഹ് നിന്റെ ദീനിന്റെ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളാക്കണമേ റഹ്മാനെ. ഞങ്ങളെ തഅല്ലുമിനും തഅലീമിനും തദ്രീസിലും മുതാലയിലും ദഅവാ പ്രവർത്തനങ്ങളിലുമൊക്കെ നിന്റെ പൊരുത്തവും തൃപ്തിയും മഹാന്മാരുടെ തിരുനോട്ടവും ബറക്കത്തും നൽകണമേ റഹ്മാനെ. അല്ലാഹ് നിന്നോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ബോധി തീരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈറായതെല്ലാം നൽകണമേ റഹ്മാനെ. ശർറുകളിൽ നിന്നൊക്കെ തട്ടിത്തിരിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ റബ്ബേ. അല്ലാഹ് പാവങ്ങളാണ് റഹ്മാനെ. ഇൽമും അമലും ഇഖ്ലാസും തഖ്വയും ഒക്കെ കുറഞ്ഞ ആഖിർ സമാനിലെ ചന്തികളാണ്. നീ ഇഷ്ടപ്പെടുന്ന മഹത്തുക്കളെ മുൻനിർത്തി പ്രതീക്ഷയോടെ ഉയർത്തിയ കരങ്ങളാണ്. നീ തട്ടിക്കളയരുത് അല്ലാഹ്. ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ സമ്പത്തിൽ, ഞങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ, കുടിക്കുന്ന വെള്ളത്തിൽ, അല്ലാഹുവേ ധരിക്കുന്ന വസ്ത്രത്തിൽ, പാർക്കുന്ന വീടുകളിൽ, അല്ലാഹ് സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, ഞങ്ങളുടെ സർവ്വ കാര്യങ്ങളിലും മജ്‌ലിസുൻ നൂറിന്റെ പുണ്യം കൊണ്ട് ബറക്കത്തും പ്രകാശവും നിലനിർത്തി തരണമേ റബ്ബേ. അല്ലാഹ് ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ റഹ്മാനെ. നീ ഞങ്ങളെ ഖായിബാക്കി മുടക്കരുത് റബ്ബേ. അല്ലാഹ് ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ റഹ്മാനെ. നീ ഞങ്ങളെ അല്ലാഹുവേ ഉത്തരം നൽകാതെ ഖായിബാക്കിയാൽ പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കുമല്ലാ? പാവങ്ങളാണ്. സ്വീകരിക്കണമേ റഹ്മാനെ. സ്വീകരിക്കണമേ റഹ്മാനെ. സ്വീകരിക്കണമേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا قد رفعنا أيدينا إليك راغبين راجين فلا تردن أيدينا خائبين. آمين برحمتك يا أرحم الراحمين وبفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ വിശാലമായ നമസ്കരിക്കുക. അതിന്റെ തുടക്കം വരെ എല്ലാവരും ഉണ്ടായിരിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.